അപ്പം ഇന്ന് നോക്കുന്നത് നമ്മുടെ 4th മോഡ്യൂളിനകത്തുള്ള പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പം പ്രൊജക്ടൈൽ മോഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 4th മോഡ്യൂളിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് പ്രൊജക്ടൈൽ മോഷന്. എക്സാമിന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു പോർഷനാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും പ്രൊജക്ടൈൽ മോഷൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. മാക്സിമം റേഞ്ച്, ഹൈറ്റ്, അല്ലെങ്കിൽ എത്ര ആംഗിളിലാണ് പ്രൊജക്ടൈൽ പോകുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ്, അതായത് ലാസ്റ്റ് വരുന്ന ഇക്വേഷൻസ് ബൈ ഹാർട്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഇക്വേഷൻസ് മാത്രം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ആ ഒരു ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഈ ഒരു പ്രോബ്ലംസ് അല്ലാതെ നിങ്ങൾക്ക് പല ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. ബെൻസാളിൻ്റെ ടെക്സ്റ്റ്, അതേപോലെ തന്നെ കുർമിയുടെ ടെക്സ്റ്റ്. ഈ രണ്ട് ടെക്സ്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾ റെഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചേറെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു സെയിം പാറ്റേൺ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. അതായത് എക്സാമിന് ഇന്ന ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും എന്നുള്ള ഒരു ഷുവർ ഇല്ല. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ തന്നെ പ്രൊജക്ടൈൽ മോഷൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ കുറേയേറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ എല്ലാവരും കെയർഫുൾ ആയിരിക്കണം. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസ് എങ്ങനെ, എവിടെ, ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, അതാണ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ കൂടുതൽ പ്രോബ്ലംസിനകത്തൂടെ ഓരോ ഇക്വേഷൻസിനെ നമുക്ക് ഏതൊക്കെ ലെവലിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് നോക്കിക്കേ. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഇൻസൈഡ് എ ഹൊറിസോണ്ടൽ ടണൽ which is 5 meter high, okay, with a velocity of 60 meter per second, find the angle of projection and the greatest possible range. Okay, അപ്പോൾ പറയുന്നത് എന്താണ്, ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തു, ഓക്കെ, ഇൻസൈഡ് എ ഹൊറിസോണ്ടൽ ടണൽ വിച്ച് ഈസ് 5 meter ഹൈ. അപ്പം അത് ഒരു ടണൽ എന്ന് പറയുന്നത് 5 meter ഹൈയിലാണ് പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ ടണലിലേക്കാണ് ആ പാർട്ടിക്കിൾ പോകുന്ന ആ വെലോസിറ്റി പറയുന്നുണ്ട്, ദാറ്റ് ഈസ് 60 meter per second. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റൈൽ പോകുന്ന ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണ്, പിന്നെ ആ ഒരു പ്രൊജക്റ്റൈൽ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. സപ്പോസ് ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അപ്പം ഒരു പ്രൊജക്റ്റൈൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ സ്റ്റാർട്ട് ചെയ്ത് ദാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. സോ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. അതായത് പാർട്ടിക്കിൾ നേരത്തെ ഇവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഫൈനലി വന്ന് നിൽക്കുന്ന പൊസിഷൻ. സോ അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് റേഞ്ച്, അതായത് പോസിബിൾ റേഞ്ച്, ഗ്രേറ്റസ്റ്റ് പോസിബിൾ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സോ നമുക്കതിന് ഡെഫിനറ്റ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനകത്തേക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രൊജക്റ്റൈൽ പോകുന്ന ഈ ഒരു ആംഗിൾ ആൽഫ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൽഫ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനകത്തുനിന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നുണ്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ എഴുതി വെക്കുക. സോ ഹൈറ്റ് ഓഫ് ദി ടണലിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്, 5 meter ആണെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു ഹൈറ്റ് ഓഫ് ദി ടണലിനെ നമ്മൾ h ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വെലോസിറ്റിയാണ്, അതായത് പ്രൊജക്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി. സോ അത് ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും. സോ ഇനിഷ്യൽ വെലോസിറ്റി u ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ, ദാറ്റ് 60 meter per second. ദെൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ ആൽഫ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കുന്നത് ടണലിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടല്ലേ. സോ അത് എത്ര ഹൈറ്റിലാണ് പോകുന്നത്, മാക്സിമം ആ ഒരു പാർട്ടിക്കിൾ പോകാൻ പറ്റുന്ന ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹൈറ്റിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഹൈറ്റിൻ്റെ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ 5ൻ്റെ സ്ഥാനത്ത് h ആണ് കൊടുക്കേണ്ടത്. കാരണം ഇക്വേഷൻ h വെച്ചിട്ടാണ്. h is equal to u square sin square ആൽഫ ഡിവൈഡഡ് ബൈ 2g എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ സ്ഥാനത്താണ് നമ്മളിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം 5 is equal to, that is h is equal to എന്നാണ് ഇക്വേഷൻ. സോ എച്ചിന് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, u is equal to 60, then sin square ആൽഫ അതിനകത്തുള്ളത് കൊണ്ടാണ്, h തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയത്.
സോ ആൽഫ ദെൻ താഴെ നമുക്ക് 2 × 9.81 9.8 10 ഒക്കെ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ 9.81 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു ഡിജിറ്റിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് 10ഉം 9.81 ഏത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസർ 5 = 183.7 sin square alpha എന്നാണ് വന്നത്. സോ അതിനകത്തുനിന്ന് sin square alpha = 5/183.7. ഓക്കെ, അപ്പം അത് നമുക്ക് കിട്ടിയത് 0.02272. ദെൻ അതിനകത്ത് sin square alpha ആണ്. ദെൻ അപ്പോൾ സൈൻ ആൽഫ എടുക്കുമ്പോൾ ഇവിടെ എന്താണ് സ്ക്വയർ റൂട്ട്. ദെൻ അതിനകത്തുനിന്ന് ആൽഫ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് ദിസ് വാല്യൂ. സോ ആൽഫ = 9.5 ഡിഗ്രി നമുക്ക് കിട്ടും. സോ ഇതിനകത്ത് ആകെപ്പാടെ ആ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ളൂ. കാരണം ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഹൈറ്റിൻ്റെ ഇക്വേഷനകത്ത് ആൽഫ എന്ന് പറയുന്നൊരു ടേം ഉണ്ടായിരുന്നു. സോ ആൽഫ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റി. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് പോസിബിൾ റേഞ്ച് ആണ്. റേഞ്ചിൻ്റെ ഇക്വേഷൻ R = u² sin 2α / g എന്നാണ്. u തന്നിട്ടുണ്ട്. ദെൻ sin 2 ആൽഫ എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 9.5 / g is 9.8. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് റേഞ്ച് 119.6 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഏത് ഇക്വേഷൻ ഇവിടെ ഹൈറ്റ് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയത്? ആ ഹൈറ്റിൻ്റെ ഇക്വേഷനകത്ത് ആൽഫ ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് ആൽഫ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാൻ നോക്കിയേ. എ പാർട്ടിക്കിൾ ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 5 m/s അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 degree ടു ദി ഹൊറിസോണ്ടൽ. ഓക്കെ, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് അനദർ പാർട്ടിക്കിൾ. അപ്പം ആദ്യം ഒരു പാർട്ടിക്കിൾ പോയി, ആ പാർട്ടിക്കിൾ ത്രോൺ ചെയ്ത വെലോസിറ്റിയാണ് 5 m/s എന്ന് പറയുന്നത്. അപ്പം അത് പോകുന്ന ആ ഒരു ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ആ ഒരു പാർട്ടിക്കിൾ പോകുന്ന പ്രൊജക്റ്റൈൽ മോഷൻ്റെ ആ പ്രൊജക്റ്റൈൽ ആംഗിളാണ് പറയുന്നത് 60 degree എന്ന് പറയുന്നത്. ദെൻ ഫൈൻ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തു നോക്കുക. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് അനദർ പാർട്ടിക്കിൾ. ഓക്കെ, അനദർ പാർട്ടിക്കിൾ ത്രോൺ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 45 degree. വേറൊരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ നമ്മൾ പ്രൊജക്റ്റൈൽ അതായത് പ്രൊജക്റ്റ് ചെയ്യുന്നത് 45 ഡിഗ്രിയിലാണ്. വിച്ച് വിൽ ഹാവ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈക്വൽ ഹൊറിസോണ്ടൽ റേഞ്ച്, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈക്വൽ മാക്സിമം ഹൈറ്റ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് പാർട്ടിക്കിൾ ഉണ്ടല്ലേ. സോ ഫസ്റ്റ് പാർട്ടിക്കിൾ മൂവ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിക്കിൾ പോകുന്ന വെലോസിറ്റി, ഫസ്റ്റ് പാർട്ടിക്കിൾ പോകുന്ന വെലോസിറ്റി പറയുന്നത് 5 m/s 5 m/s. ദെൻ അതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 degree. ദെൻ അനദർ പാർട്ടിക്കിൾ വെലോസിറ്റി ഒന്നും പറയുന്നില്ല, പക്ഷേ അത് പോകുന്ന പ്രൊജക്റ്റൈൽ പോകുന്ന ആ ഒരു എലിവേഷൻ എന്ന് പറയുന്നത് 45 degree ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനങ്ങൾക്കും ഫസ്റ്റ് പാർട്ടിക്കിളിനും സെക്കൻഡ് പാർട്ടിക്കിളിനും ഈക്വൽ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് എങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. രണ്ടിനും ഈക്വൽ മാക്സിമം ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, രണ്ട് പാർട്ടിക്കിളിനും രണ്ട് എലിവേഷനിൽ പോകുന്ന രണ്ട് പാർട്ടിക്കിളിനും ഒരേ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് രണ്ടും ഒരേപോലെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. അതേപോലെ മാക്സിമം ഹൈറ്റ് രണ്ടിനും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. സോ രണ്ട് കണ്ടീഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പോയിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ, ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ അപ്പം പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി ആണ്. അപ്പോൾ അത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെതായതുകൊണ്ട് ദാറ്റ് ഇസ് u1 = 5 m/s. അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ആണ് α1, ദാറ്റ് ഇസ് 60 degree. ആൻഡ് ദ സെക്കൻഡ് പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ അതിൻ്റെ എലിവേഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ആയതുകൊണ്ട് ദാറ്റ് ഇസ് α2 = 45 degree. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെയും പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതും ഇനിഷ്യൽ വെലോസിറ്റി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ആയതുകൊണ്ട് നമുക്കതിനെ u2 എന്ന് കൺസിഡർ ചെയ്യാം. u2 എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ കാര്യങ്ങൾ നമ്മൾ അതേപോലെ എടുത്തെഴുതി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി നമുക്ക് രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഇസ് u2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
U2 എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കേസ് പറയുന്നത് ആദ്യത്തെ പാർട്ടിക്കിളിനും രണ്ടാമത്തെ പാർട്ടിക്കിളിനും എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആണ്. ഓക്കെ, ഇനി U2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കണ്ടീഷൻ പറയുന്നത് കണ്ടുപിടിക്കാൻ പറയുന്നത് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിക്കിളിനും സെക്കൻഡ് പാർട്ടിക്കിളിനും ഹൈറ്റ് സെയിം ആണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനിലും U2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കേ, ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുന്നു വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ ഫോർ ദി ഈക്വൽ ഹൊറിസോണ്ടൽ റേഞ്ച്. ഇപ്പോൾ ഈക്വൽ ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിൽ ഇപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് ഇക്വേഷൻ നമുക്കറിയാം U² sin 2α ഡിവൈഡഡ് ബൈ G എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഫസ്റ്റിനും സെക്കൻഡിനും ഒരേ റേഞ്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഹൊറിസോണ്ടൽ റേഞ്ച് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R1 is equal to R2. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ R1 വരുമ്പോൾ അവിടെ എന്താകും, U1² sin 2α1 ഡിവൈഡഡ് ബൈ G കോൺസ്റ്റൻ്റ് ആണ്. ഈ R2 വരുമ്പം U2² sin 2α2 ഡിവൈഡഡ് ബൈ G. ഓക്കെ, ദെൻ അതിനുശേഷം G രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളതാണ്. G രണ്ടിടത്തും നമുക്ക് ഒരേപോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ജിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ മുകളിലത്തെ ആ ഒരു കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ, ഇത്രയും പോർഷൻസ് മാത്രമേ വരത്തുള്ളൂ. അതിനകത്ത് U1 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 5 m/s ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ആൽഫ1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ U2 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ U2വിനെ അതേപോലെ തന്നെ ഇടുക. ദെൻ ആൽഫ2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 45 ഡിഗ്രി ആണ്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 45 ഡിഗ്രി. ക്ലിയർ ആയോ? ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു സ്റ്റെപ്പിൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് കാണിച്ചേക്കുന്നത്. ദെൻ അതിനകത്ത് 5² sin 2 × 60 ഡിഗ്രി is equal to U2² sin 2 × 45. ഓക്കെ, ദെൻ അതിനകത്തുനിന്ന് U2 മാത്രമാണ് അൺനോൺ ആയിട്ട് വന്നേക്കുന്നത്. സോ U2വിന് ഇക്വേഷൻ എഴുതുക. U2വിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് 4.65 m/s. ഇത് ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ ഉണ്ട്, ഈക്വൽ മാക്സിമം ഹൈറ്റ്. അപ്പോൾ ഈക്വൽ മാക്സിമം ഹൈറ്റ് നമ്മൾ ഇതേപോലെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ഈ ഹൈറ്റും സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ഹൈറ്റും ഈക്വലൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അതിനകത്തുനിന്ന് ആരെ കണ്ടുപിടിക്കുക, U2 കണ്ടുപിടിക്കുക. ഓക്കെ, ഈക്വൽ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ആണ് H is equal to U² sin α ഡിവൈഡ് ബൈ 2G. അപ്പം ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെതാകുമ്പം U1² sin α1 ഡിവൈഡ് ബൈ 2G is equal to U2² sin α2 ഡിവൈഡ് ബൈ 2G. ഈ കേസിലും എന്തൊക്കെ തന്നെ ഈ 2Gയും രണ്ടിടത്തും ഉള്ളത് കാരണം അത് ക്യാൻസലായി പോവും. പിന്നെ ആരൊക്കെ വരുന്നുള്ളതുണ്ട്, ഈ മുകളിലത്തെ പാർട്ട് മാത്രമേ വരത്തുള്ളൂ. അതിനകത്ത് തന്നിട്ടുണ്ട്, ആൽഫ1 തന്നിട്ടുണ്ട്. U2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെയും എന്ത് ചെയ്യുക, U2വിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസിനെ എഴുതുക. എഴുതിയതിന് ശേഷം U2വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. U2വിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്, 6.12 m/s. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ പ്രൊജക്ടൈൽ ഫയർഡ് ഫ്രം ദ എഡ്ജ് ഓഫ് എ 150 meter ഹൈ ക്ലിഫ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്ടൈൽ ഫയർ ചെയ്യുകയാണ് ഫ്രം ദ എഡ്ജ് ഓഫ് എ 150 meter ഹൈ ക്ലിഫ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം ആ ഒരു ക്ലിഫിൻ്റെ ഹൈറ്റാണ് പറഞ്ഞേക്കുന്നത്. 150 meter ഹൈറ്റിന് മുകളിലുള്ള ഒരു 150 meter ഹൈറ്റുള്ള ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിന്നുമാണ് പ്രൊജക്ടൈൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി U പറയുന്നുണ്ട് 180 m/s. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഇസ് 30 ഡിഗ്രി. ആംഗിൾ ഓഫ് എലിവേഷൻ ആൽഫയും പറയുന്നുണ്ട്, ദാറ്റ് ഇസ് 30 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. നെഗ്ലക്റ്റിംഗ് എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് എലിവേഷൻ എബവ് ദ ഗ്രൗണ്ട് റീച്ച്ഡ് ബൈ ദ പ്രൊജക്ടൈൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദി ഗൺ ടു ദ പോയിന്റ് വേർ ദ പ്രൊജക്ടൈൽ സ്ട്രൈക്ക് ദി ഗ്രൗണ്ട്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും, അതായത് പ്രൊജക്ടൈൽ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റ് മാറിയിട്ടാണ് മാക്സിമം ഹൈറ്റ് എത്ര എത്തും. ഓക്കെ, അപ്പം ഇപ്പോൾ സപ്പോസ്
ഫിഗർ ഉണ്ട്. അപ്പം എന്നാലും നോക്കുക. സോ ഇപ്പം ഇതാണ്. അപ്പം ഇവിടെയാണ് നമ്മളുടെ ക്ലിഫ്. ഇത്രയുമാണ് നമ്മളുടെ എന്താണ് 150 എന്ന് പറയുന്നത്. ഓക്കെ, 150 എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നാണ് പ്രൊജക്റ്റൈൽ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് എത്രയാകും എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊജക്റ്റൈൽ ഗ്രൗണ്ടിൽ വന്ന് എത്തുന്ന ഇത്രയും ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് r ഇതും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഹൈറ്റ് ഓഫ് ദ ക്ലിഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 150 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, അത് എത്ര വെലോസിറ്റിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് 180 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇതാണ് നോക്കിക്കേ, ക്ലിഫ് അതിന് 150 മീറ്റർ ആണ്. അവിടെ നിന്നും പ്രൊജക്റ്റൈൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. സോ ഇത് ഗ്രൗണ്ടിലെത്തുന്നു. സോ അപ്പം ഇവിടെ തൊട്ട് ഇവിടെ മേലെ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇത്രയും 150 മീറ്റർ, പിന്നെ ഇത്രയുമാണ് പ്രൊജക്റ്റൈലിൻ്റെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. സോ അത് പ്രൊജക്റ്റൈൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇനീഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ദ ഗ്രേറ്റസ്റ്റ് എലിവേഷൻ എബവ് ദ ഗ്രൗണ്ട് റീച്ച്ഡ് ബൈ ദ പ്രൊജക്റ്റൈൽ. എത്ര ഹൈറ്റ്, അതായത് നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നേരത്തെയും പറഞ്ഞു എങ്ങനത്തെ ഹൈറ്റ് കണ്ട്, ഇത്രയും ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ എച്ച് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ കൂടെ 150യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേറെ ഇക്വേഷൻസ് ഒന്നുമില്ല. നമ്മുടെ സാധാരണ പ്രൊജക്റ്റൈലിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡ് ബൈ 2g. യു പറയുന്നുണ്ട് 180 ആണ് എന്ന് പറയുന്നുണ്ട്. ദെൻ ആൽഫ ഇസ് 30 ഡിഗ്രി. താഴെ 2 × 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 413.3 മീറ്റർ എന്ന് പറയും. പക്ഷെ നമുക്ക് മാക്സിമം ഹൈറ്റ് ആണ് വേണ്ടത് ഫ്രം ദി ഗ്രൗണ്ട് സർഫസ്. സോ അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എവിടെ തൊട്ടാണെന്നുണ്ട്, ഇത്രയും ഹൈറ്റ് ആണ്. സോ എച്ച് എത്ര കിട്ടിയോ അതേ പ്ലസ് 150 ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് എലിവേഷൻ എബവ് ദ ഗ്രൗണ്ട് റീച്ച്ഡ് ബൈ ദ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നൊരു വേരിയബിളായിട്ട് കൺസിഡർ ചെയ്തു. എസ് ഇസ് ഈക്വൽ ടു 413.150. സോ മൊത്തത്തിൽ എത്ര ഹൈറ്റിലാണ് പ്രൊജക്റ്റൈൽ ഇപ്പോൾ നിൽക്കുന്നത്? 563.3 മീറ്റർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് അതിൻ്റെ ഹൊറിസോണ്ടൽ എത്രമാത്രം ഡിസ്റ്റൻസ്, അതായത് റേഞ്ച് കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വരുമ്പം അതിന് കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ക്ലിഫിൻ്റെ മുകളിൽ നിന്നും പോകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ. സോ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ കേസാണ് പറയുന്നത് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഗൺ ടു ദ പോയിന്റ് വെയർ ദ പ്രൊജക്റ്റൈൽ സ്ട്രൈക്സ് ദി ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ മോഷൻ ഓഫ് ദ പ്രൊജക്റ്റൈൽ ഫ്രം ദി എഡ്ജ് ഓഫ് ദ ക്ലിഫ് ടു ദ മാക്സിമം ഹൈറ്റ്. അപ്പം ആദ്യം എന്താ ചെയ്യുന്നത്, പ്രൊജക്റ്റൈൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ക്ലിഫിൽ നിന്ന് മാക്സിമം ഹൈറ്റിലെത്തി. ഓക്കെ, we know that the time taken by the projectile to reach the maximum height from the edge of the cliff. അപ്പം ക്ലിഫ് ഇതാണ്. ഈ ഒരു ക്ലിഫിൻ്റെ അവിടെ നിന്നും മാക്സിമം എന്താണ്ട് ഈ ഒരു ഹൈറ്റിൽ ഓക്കെ എത്താൻ, ഓക്കെ വേണ്ട ഈ ഒരു ഹൈറ്റിലേക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എത്താൻ എത്ര ടൈം, ഓക്കെ എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആ ടൈമിനെ T1 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തു. സോ ടിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, യു സൈൻ ആൽഫ ബൈ ജി എന്നാണ്. ഓക്കെ, അപ്പം അത് ഫസ്റ്റ് ടൈം, അതായത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് ആദ്യം ക്ലിഫിൻ്റെ എഡ്ജിൽ നിന്നും ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ T1 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ യു സൈൻ ആൽഫ ബൈ ജി, യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 180 സൈൻ 30, ആൽഫ 30 ആണ് ബൈ 9.8. ഓക്കെ, അപ്പം നമുക്കത് കിട്ടി 9.2 സെക്കൻഡ്സ് ആണെന്ന് കിട്ടി. ദെൻ നൗ കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ പ്രൊജക്റ്റൈൽ ഫ്രം ദി മാക്സിമം ഹൈറ്റ് ടു ദ ഗ്രൗണ്ട് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഓൺലി. അപ്പം പിന്നെന്താണ് പറയുന്നത്, അപ്പം ഈ മാക്സിമം ഹൈറ്റിൽ നിന്നും ഇത് ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഗ്രൗണ്ടിലേക്ക് വരുമ്പം അത് ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ ഒരു ഇതിലാണ്, അതായത് ഫ്രീ ആയിട്ട് താഴേക്ക് വരികയാണ്.
സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഹൈറ്റിലെത്ത് ഒരു മൈന്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈന്യൂട്ട് സെക്കൻഡ്സ് അവിടെ നിന്നതിന് ശേഷമാണ് താഴേക്ക് വരുന്നത്. സോ അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോൾ അതിന് വെലോസിറ്റി 0 ആയി. പിന്നെ അപ്പം അത് പോകുന്നത് വീണ്ടും ആക്സിലറേഷൻ്റെ ഒരു ഗ്രാവിറ്റിയിലാണ് താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആ ഒരു കോൺസെപ്റ്റാണ്. സോ ആ കേസിൽ യു ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് നിൽക്കുന്ന ആ പൊസിഷൻ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിലാണ്. ആ മാക്സിമം ഹൈറ്റിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 563.33 എന്ന് പറയുന്നത്. സോ എസ് എന്ന് പറയുന്നത് 563, മാക്സിമം ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 563.33 മീറ്ററാണ്. ദെൻ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് T2 എന്ന് പറയുന്നത് എന്താണ്? ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദി മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ നിന്നും ഇവിടം വരെയുള്ള ടൈമിനെയാണ് നമ്മൾ T1 എടുത്തത്. സോ ഇവിടെ നിന്നും താഴേക്ക് വരാനുള്ള ടൈമിനെയാണ് നമ്മൾ T2 എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ആ T2 നമ്മളിനി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ട്, SS ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². അപ്പോൾ നമ്മളത് ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റി ഒക്കെ ആയതുകൊണ്ട് ഇക്വേഷന് നമുക്ക് SS ഈക്വൽ ടു UT പ്ലസ് ഹാഫ് GT² എന്ന് നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. അതിനകത്ത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ ആ പ്രൊജക്ടൈൽ നിൽക്കുന്നത്? 563. ദെൻ യു എന്ന് പറയുന്നത് ആ മാക്സിമം ഹൈറ്റിൽ യു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കിക്കേ, ഈ ഒരു കേസാണ്. ഇവിടെ ഈ ഒരു കേസിൻ്റെ ടൈമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? T2 ആയിരിക്കും. സോ ടൈം ഇസ് ഈക്വൽ ടു T2, that is T2. Then half GT2². അപ്പം അതാണ് ഇക്വേഷൻ ആണ് ഇങ്ങനെ വന്നേക്കുന്നത്. സോ 563.33 യു 0 ആയി. സോ T2ൻ്റെ ഇത്രയും ടേം എന്തായി പോവും? 0 ആയി പോവും. ഹാഫ് ജി എന്ന് പറയുന്നത് 9.8 T2. ആ T2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ആ T2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കപ്പം 563.33 ഈസ് ഈക്വൽ ടു 4.9 T2² വന്നു. ദെൻ അവിടുന്ന് T2 എന്ന് പറയുന്നത് 10.7 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം നമ്മളിവിടെ ചെയ്ത് എന്താണ്? ഫസ്റ്റ് ടൈം ഓഫ് ഫ്ലൈറ്റും ദെൻ മാക്സിമം ഹൈറ്റിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പ്രസൻസിൽ താഴേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് T2 കണ്ടുപിടിച്ചു. ദെൻ ഇപ്പോൾ ടോട്ടൽ ടൈം എത്രയായി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ നിന്നും പോയ ഒരു സാധനം മാക്സിമം ഹൈറ്റിലെത്തി, ദെൻ അവിടെ നിന്ന് താഴേക്ക് പതിക്കാൻ വേണ്ടി ടോട്ടൽ എത്ര ടൈമാണ്? T1 പ്ലസ് T2 ആണ്. സോ അതാണ് ഇവിടെ ചെയ്യുന്നത്, T1 പ്ലസ് T2. ഇപ്പോൾ ടോട്ടൽ എത്ര സെക്കൻഡ്സ് എടുത്തു? 19.9 സെക്കൻഡ്സ് എടുത്തു. അപ്പോൾ നമ്മളോട് ഇതൊന്നും അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. സോ ആ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കിക്കേ. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the horizontal component of velocity into time ആണ്. എപ്പോഴും ഓർക്കുക, ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ റേഞ്ചിലുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഒരു സാധനം പോകുന്നത്, ഇതാണ് ആൽഫ. ദെൻ അപ്പോൾ ഇത് എന്താകും? വെലോസിറ്റിയുടെ ഇത് വെലോസിറ്റിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി ആകുമ്പോൾ യു, അപ്പം യു കോസ് ആൽഫയും ഇതെന്താണ്? യു സൈൻ ആൽഫയുമാണ്. സോ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് യു കോസ് ആൽഫ വരും. അപ്പം 6 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അല്ലേ 6 എന്ന് പറയുന്നത്. സോ 6 എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം തന്നെ. സോ അത് തന്നെയാണ് ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം യു കോസ് ആൽഫയാണ്. യു എന്ന് പറയുന്നത് 180 ആണ്. സോ 180 കോസ് 30 ഇൻറ്റു ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് 19.9. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ടോട്ടൽ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3102 മീറ്റർ അല്ലെങ്കിൽ 3.102 കിലോമീറ്റർ. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഡയറക്റ്റായിട്ട് റേഞ്ച് കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിനകത്തെല്ലാം ഒരു സാധനം ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു, ഇവിടെ വരുന്നു. സോ നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഇക്വേഷൻസ് അറിയാം. പക്ഷേ ഈ കേസിൽ എന്താണ് ഡിഫറൻസ്? ഇവിടെ ഒരു ക്ലിഫ് ഉണ്ട്. ഈ ക്ലിഫിൻ്റെ ഇപ്പം
ക്ലിഫിൻ്റെ ലെവലിൽ ഒരു ഹൊറിസോണ്ടൽ സർഫസ് ഉണ്ട്. സോ ഇവിടെ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ വന്നു. സോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇതാണ് യഥാർത്ഥ ഗ്രൗണ്ട്. സോ ഈ ഗ്രൗണ്ടിലേക്ക് വന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്യുകയാണ്. സോ അങ്ങനെ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോർഷൻ മോഷൻ ഓഫ് റൊട്ടേഷൻസ് ആണ്. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ്റെ ഒരു 3 പ്രോബ്ലംസിൻ്റെ വെറൈറ്റി പ്രോബ്ലംസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നോക്കാനുള്ളത് മോഷൻ ഓഫ് റൊട്ടേഷൻസ് ആണ്. നമ്മുടെ 4th മോഡ്യൂളിനകത്തുള്ള ഒരു പോർഷൻ തന്നെയാണ് മോഷൻ ഓഫ് റൊട്ടേഷൻസ്. അപ്പം ഇത് 4th മോഡ്യൂളും 5th മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിനകത്തും വരുന്ന പ്രോബ്ലംസ് ആണ്, ഒരുമിച്ചാണ് പറയുന്നത്. നമ്മുടെ 4th മോഡ്യൂളിനകത്തും ഈ പോർഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 5th മോഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്സിലും ഇതുപോലത്തെ, അതായത് ഈ റൊട്ടേഷന് പരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം സാധാരണ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ +2 ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള പോർഷൻസ് ആണ്. എന്താണ് ആംഗുലാർ വെലോസിറ്റി, എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ, എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ RPM, റെവല്യൂഷൻസ് പെർ മിനിറ്റ്, or radians per second. It's usually denoted by omega. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒമേഗയിലാണ്. ഇപ്പോൾ സാധാരണ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടല്ലേ. ഇപ്പം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആംഗുലാർ വെലോസിറ്റി. സാധാരണ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അതാണ് വെലോസിറ്റി. ഇതിപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്റ്റൻസ്. അപ്പം ഒരെണ്ണം റൊട്ടേഷൻസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ആംഗുലാർ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ദെൻ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്ത് വരും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പം ആംഗുലാർ ആക്സിലറേഷൻ നമ്മൾ റേഡിയൻസ് പെർ സെക്കൻഡ്സ് ആണ് സെക്കൻഡ് സ്ക്വയർ. മറ്റേതെന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, മീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് സ്ക്വയർ ഒക്കെ ടൈം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് അപ്പം എന്തിൻ്റെ യൂണിറ്റ് പറയുന്നത്? ആംഗുലാർ ആക്സിലറേഷൻ്റെ യൂണിറ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ആംഗിൾ ത്രൂ വിച്ച് ദ ബോഡി ഹാസ് റൊട്ടേറ്റഡ് ആൻഡ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ തീറ്റ. അതായത് എത്ര ആംഗിൾ ബോഡി റൊട്ടേറ്റ് ചെയ്തു അതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇവിടുന്ന്, അതായത് 0-ൽ നിന്നും മൂവ് ചെയ്തു 5 മീറ്റർ വരെ ഡിസ്റ്റൻസ്, 5 മീറ്റർ വരെ മൂവ് ചെയ്തു. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് 5 ആണ് അതിൻ്റെ വെലോസിറ്റി. ആ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അതിൻ്റെ ആക്സിലറേഷൻ. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ റൊട്ടേഷൻസ് പറയുമ്പോൾ എത്ര ആംഗിളിൽ ഒരു സാധനം മൂവ് ചെയ്തു, ആ മൂവ് ചെയ്യുന്നതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്, ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. So it is mathematically, if a body is rotating with a uniform angular velocity omega, then in t second the angular displacement, അപ്പം മാത്തമാറ്റിക്കലി നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒമേഗ ടി എന്നാണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്. ഇനി നമ്മളിത് പഠിച്ചിട്ടുണ്ട് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ മോഷൻ ആൻഡ് ആംഗുലാർ മോഷൻ. ലീനിയർ മോഷനിൽ ഇനീഷ്യൽ വെലോസിറ്റിയെ യു എന്നും ആംഗുലാർ മോഷൻ ആവുക, അതായത് ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ω0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റി വി, ആംഗുലാർ ആകുമ്പം ഒമേഗ. ദെൻ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എ, ആംഗുലാർ ആകുമ്പം ആക്സിലറേഷനെ ആൽഫ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് എസ്, ആംഗുലാർ മോഷൻ ആകുമ്പോൾ അത് തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലീനിയറും ഇതും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ലീനിയറിൻ്റെ ടേംസും ആവശ്യം വരും, ആംഗുലാറിൻ്റെ ടേംസും ആവശ്യം വരും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ രണ്ട് രീതിയിലുമുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇനി ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നു, V = U+AT. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആംഗുലാർ ആകുമ്പോൾ ഒമേഗ = ω0 + α t. കാരണം വിക്കും യുനും എക്കും ഒക്കെ വേറെ ടേംസ് ആണ് ആംഗുലാർ മോഷൻ അതുള്ളത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ദെൻ ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ആകുമ്പം S = ut +
ഹാഫ് AT² ആണ്. ഇവിടെ ആകുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ω0t പ്ലസ് ഹാഫ് ആൽഫ T². ദെൻ ഇവിടെ V² പ്ലസ് U² പ്ലസ് 2AS. ഇവിടെ വരുമ്പോൾ ω² ഇസ് ഈക്വൽ ടു ω02 പ്ലസ് 2 ആൽഫ തീറ്റ. ദെൻ ഡിഫറൻഷ്യൽ ഫോർമുല ഫോർ വെലോസിറ്റി V എന്ന് പറയുന്നത് ds/dt ആണ്. ഇവിടെ വരുമ്പം ഒമേഗയാണ് V എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി. സോ ഒമേഗ ഇസ് ഈക്വൽ ടു dθ/dt. ദെൻ ആക്സലറേഷൻ dv/dt ആകുമ്പോൾ ഇവിടെ ആൽഫ ഇസ് ഈക്വൽ ടു dω/dt. സോ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ റൊട്ടേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. A flywheel starts from rest and revolves with an acceleration of 0.5 radians per second square. What will be its angular velocity and angular displacement after 10 seconds? അപ്പം ഒരു ഫ്ലൈ വീല് മൂവ് ചെയ്യാൻ, ഫ്ലൈ വീൽ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. സോ അവർ മോഷൻ ഇൻ റൊട്ടേഷൻ ആണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് റിവോൾവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ പറയുന്നുണ്ട് 0.5. അപ്പോൾ ആക്സിലറേഷൻ ആണ് റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിലും ആണ് പറഞ്ഞത്. സോ അപ്പം തന്നിരിക്കുന്ന ആക്സിലറേഷൻ ദാറ്റ് ഇസ് ആൽഫ ആണ്. ഓക്കെ, 0.5 എന്ന് പറയുന്നത് ആൽഫ ആണ്. ദെൻ വാട്ട് വിൽ ബി ദ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ 10 സെക്കൻഡ്. അപ്പം ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ t10 ആകുന്ന സമയത്തെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയും അതേപോലെ തന്നെ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ω0 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈനൽ വെലോസിറ്റിയും അതേപോലെ തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള തീറ്റയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി ω0 ഇസ് ഈക്വൽ ടു 0, കാരണം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നുണ്ട്. ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു 0.5 റേഡിയൻസ് പെർ സെക്കൻഡ്സ് ആണ്. ടൈം t ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ് ആണ്. നമ്മളോട് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആംഗുലാർ വെലോസിറ്റി ഓഫ് ഫ്ലൈ വീലാണ്. അപ്പം ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ഇനിഷ്യൽ വെലോസിറ്റിയും ഉണ്ട്, ആക്സലറേഷനും ഉണ്ട്, ടിയും ഉണ്ട്. ഇത്ര ടൈമിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വേഷൻ യൂസ് ചെയ്യാമല്ലോ. ഒമേഗ ഇസ് ഈക്വൽ ടു ω0 പ്ലസ് ആൽഫ ടി. അതായത് ω0 എന്ന് പറയുന്നത് 0 പ്ലസ് ആൽഫ എന്ന് പറയുന്നത് 0.5, t ഇസ് ഈക്വൽ ടു 10. സോ 5 റേഡിയൻസ് പെർ സെക്കൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ut പ്ലസ് ഹാഫ് AT². ആക്സലറേഷനോട് ടൈം ഉണ്ട്, യു ഉണ്ട്, ടിയും ഉണ്ട്. സോ തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ തീറ്റ ഇസ് ഈക്വൽ ടു ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ω0t പ്ലസ് ഹാഫ് ആൽഫ T². ω0 എന്ന് പറയുന്നത് 0 ആണ്, t 10 ആണ്. ദെൻ ഹാഫ് ആൽഫ 0.5, t 10. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എത്രയായി? 25 റേഡിയൻ. എത്ര ആംഗിളിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും റേഡിയൻസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A flywheel rotates for 5 seconds with a constant angular acceleration and describe during this time 100 radian. Then it rotates with a constant angular velocity and during the next 5 seconds describe 80 radians. Find the initial angular velocity and angular acceleration. Okay, if wheel rotate for 5 seconds with a constant angular acceleration. Okay, ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു ഒരു 5 സെക്കൻഡ്സിൽ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ആംഗുലർ ആക്സലറേഷനിലാണ് ആ ഒരു 5 സെക്കൻഡ്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്തുന്ന അത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് തീറ്റ എന്ന് പറയുന്നതാണ് 100 റേഡിയൻ എന്ന് പറയുന്നത്. നോക്കാം, ടൈം t 5 സെക്കൻഡ്സ് ആകുന്നു. ദെൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് 100 റേഡിയൻ. ഓക്കെ, ദെൻ ആ സാധനം റൊട്ടേറ്റ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി. പിന്നെ അതെന്താണ്? കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. നേരത്തെ കോൺസ്റ്റൻറ്റ് ആംഗുലാർ ആക്സിലറേഷൻ ആയിരുന്നു, പിന്നെ ആ സാധനം റൊട്ടേറ്റ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റിയിലാണ്. ആൻഡ് ഡ്യൂറിങ് ദ നെക്സ്റ്റ് 5 സെക്കൻഡ്സ്, പിന്നെ ഒരു 5 സെക്കൻഡ്സും കൂടെ. ദെൻ ഡിസ്ക്രൈബ് 80 റേഡിയൻസ്. അപ്പം ഒരു 80 റേഡിയൻസും കൂടെ എത്തി, അതായത് ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ആക്സിലറേഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നമ്മളെടുത്ത് എഴുതി. ടൈം 5 സെക്കൻഡ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 100 റേഡിയൻസ്. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതി. ദെൻ
നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റിയിലേക്കാണ്. അപ്പോൾ ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റിയെ ω0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി ആഫ്റ്റർ 5 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ 5 സെക്കൻഡ്സ്, ഇപ്പോൾ ഇവിടെ പറയുന്നത് 5 സെക്കൻഡ്സിൽ എ വീൽ റൊട്ടേറ്റ്സ് ഫോർ എ 5 സെക്കൻഡ്സ്. അപ്പോൾ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആ ഒരു 5 സെക്കൻഡ്സിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 100 റേഡിയൻസിലെത്തുന്നത്. ഓക്കെ, അപ്പം 5 സെക്കൻഡ്സിന് ശേഷം ഉള്ള വെലോസിറ്റിയാണ് ഒമേഗ എന്ന് പറയുന്നത്. അത് ഫൈനൽ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ω0, ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ, ദെൻ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ 5 സെക്കൻഡ്സിന് ശേഷം ഒമേഗ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ ആംഗുലാർ മോഷൻ ഓഫ് ദ വീൽ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ 5 സെക്കൻഡ്സ്. ആ ഒരു 5 സെക്കൻഡ്സ് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷന് സംഭവിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡും തീറ്റ എന്ന് പറയുന്നത് 100 റേഡിയൻസിലും ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ അതിനെ അങ്ങ് എടുക്കുന്നു. ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന തീറ്റ ആണ് 100. ω0 ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, ആൽഫ 0 അങ്ങനെ ഇട്ടു. ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ്സിലാണ് എന്ന് പറയുന്നു. 5 സെക്കൻഡ്സിന് ശേഷം ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. സോ ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. കാരണം 5 സെക്കൻഡിന് ശേഷമാണ് 1000 റേഡിയനിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ ടി എപ്പോഴും ആ 5 സെക്കൻഡ്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഓക്കെ, ആൽഫ ടി സ്ക്വയർ, ആൽഫ അറിയില്ല. ദെൻ ടി അഗെയിൻ 5. അപ്പോൾ നമുക്കിവിടെ എന്ത് ഇക്വേഷൻ കിട്ടും, 5 ω0 പ്ലസ് 12.5 ആൽഫ എന്ന് കിട്ടും. അതായത് 100 ഇസ് ഈക്വൽ ടു 5 ω0 പ്ലസ് 12.5 ആൽഫ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതാണ്ടേ ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നത്. സോ നമുക്കതിനെ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇക്വേഷൻ എഴുതിയിട്ടാലും അത് റെഡ്യൂസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താണ് 100 ഈസ് ഈക്വൽ ടു 5 ω0 പ്ലസ് 12.5 ആൽഫ. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ടിരുന്നാലും മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ദെൻ ഫൈനൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു ω0 ആൽഫ ടി എന്നാണ്. പിന്നെ ω0 നമുക്ക് അറിയില്ല, പ്ലസ് ആൽഫ ടി, ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. സോ നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു ω0 പ്ലസ് 5 ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഈ ഫൈനൽ വെലോസിറ്റിക്കും ഒരു ഇക്വേഷൻ എഴുതി വെച്ചതിൻ്റെ റീസൺ വേണം. ഓക്കെ, റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു 5 സെക്കൻഡ്സിന് ശേഷം അത് 5 സെക്കൻഡ്സിൽ മൂവ് ചെയ്യുന്നത് എന്താണ്, ഒരു ആംഗുലർ ആക്സിലറേഷൻ, കോൺസ്റ്റൻറ്റ് ആംഗുലർ ആക്സിലറേഷൻ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫൈനലി 100 റേഡിയൻസിലെത്തി എന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം അത് കോൺസ്റ്റൻറ്റ് ആംഗുലർ ആക്സിലറേഷൻ ആണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്തത്. ദെൻ പിന്നെ ഫൈനൽ വെലോസിറ്റി കൂടി ഇക്വേഷൻ എടുക്കാനുള്ള റീസൺ സെക്കൻഡ് ടൈമിൽ ഒരു നെക്സ്റ്റ് 5 സെക്കൻഡ്സ് കൂടി ഇത് മൂവ് ചെയ്യുന്നുണ്ടല്ലേ. സോ നെക്സ്റ്റ് 5 സെക്കൻഡ്സിലൂടെ മൂവ് ചെയ്തിട്ട് ഇത് 80 റേഡിയൻസിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ആ 80 റേഡിയൻസും നെക്സ്റ്റ് 5 സെക്കൻഡ്സും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവിടെ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റിയിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഒരു വെലോസിറ്റി ഇത് റീച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി വന്ന് നിൽക്കുന്നത് ഒരു വെലോസിറ്റിയിലാണ്. അപ്പോൾ അത് അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ്. ആ ഫൈനൽ വെലോസിറ്റിയാണ് നമ്മൾ വേണ്ടി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് 5 സെക്കൻഡ്സിൽ അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ വെലോസിറ്റി, ആ കോൺസ്റ്റൻറ്റ് ഫൈനൽ വെലോസിറ്റിയിലാണ് പിന്നീട് അത് എന്താകുന്നത് 80 റേഡിയൻസിലേക്ക് എത്തുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫൈനൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് പറയുന്നുണ്ട് നൗ കൺസിഡർ ദ ആംഗുലാർ മോഷൻ ഓഫ് വീൽ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ഓഫ് ω0 പ്ലസ് 5 ആൽഫ. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ ആ ഒരു ഫൈനൽ, അപ്പോൾ അത് ആദ്യം ഇനിഷ്യലി റെസ്റ്റ് ആയിരുന്നു. 5 സെക്കൻഡ്സിൽ അത് മൂവ് ചെയ്ത് ഒരു ഫൈനൽ വെലോസിറ്റി എത്തിയിട്ടുണ്ട്. ആ ഫൈനൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് 80 റേഡിയൻസ് നെക്സ്റ്റ് 5 സെക്കൻഡ്സിലേക്ക് എത്തുന്നത്. സോ ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ω0 പ്ലസ് 5 ആൽഫ എന്ന് എടുത്തേക്കുന്നത്. ഫോർ 5 സെക്കൻഡ്സ് ആൻഡ് ഡിസ്ക്രൈബ് 80 റേഡിയൻസ്. അങ്ങനെയാണ് 80 റേഡിയൻസിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതേണ്ടത്
തീറ്റ ഈസ് ഈക്വൽ ടു വീണ്ടും ഒരു 5 സെക്കൻഡ്സും കൂടെ എടുത്തു അല്ലേ. അപ്പം അത് വെലോസിറ്റി ആണ്, വി ടി. വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ആ ഇക്വേഷനാണ് തീറ്റ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ വെലോസിറ്റി ഇവിടെ പറയുന്നത് എന്താണ്, ω0 പ്ലസ് 5 ആൽഫ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു 5 സെക്കൻഡ്സും കൂടാണ്. സോ 5 സെക്കൻഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ എത്തുന്നത് 80-ലാണ്. സോ ആ ഇക്വേഷനാണ് ദാണ്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ക്ലിയർ ആയോ? ദെൻ അതിനെ പിന്നെ നമ്മൾ റൗണ്ട് അതായത് നമ്മളതിനെ താഴെ അതായത് അതിനെ നമ്മൾ ഷോർട്ട് ആക്കി എഴുതുന്നതാണ് 16 ഈസ് ഈക്വൽ ടു ω0 പ്ലസ് 5 ആൽഫ എന്ന് പറയുന്നത്. സോ അതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കുക. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, 40 ഈസ് ഈക്വൽ ടു 2ω0 പ്ലസ് 5 ആൽഫ. സെക്കൻഡ് ഇക്വേഷൻ നോക്കുക, 60 ഈസ് ഈക്വൽ ടു ω0 പ്ലസ് 5 ആൽഫ. അപ്പം ഒരു കോൺസ്റ്റൻറ്റ്, പിന്നെ ω0യുടെ ടേം, പിന്നെ ഒരു ആൽഫയുടെ ടേം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മുകളിലത്തെ ഇക്വേഷന് അതേപോലെ അകത്തേക്ക് കൊടുത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതിനെ റെഡ്യൂസ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ സബ്ട്രാക്ടിങ് ഇക്വേഷൻ 2 ഫ്രം 1. ഇക്വേഷൻ 2നെ 1-ൽ നിന്നും സബ്ട്രാക്ട് ചെയ്ത് എഴുതുന്നു. സോ സബ്ട്രാക്ട് എഴുതുമ്പോൾ നമുക്ക് ω0യുടെ വാല്യൂ എന്ന് പറയുന്നത് 24 കിട്ടും. ω0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ 24 റേഡിയൻസ് പെർ സെക്കൻഡ്. ദെൻ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ω0യുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും, ആൽഫയുടെ വാല്യൂ കിട്ടും. രണ്ട് ഇക്വേഷൻസിനെ തമ്മിൽ എന്ത് ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം ആദ്യത്തെ സ്റ്റെപ്പിൽ ക്യാൻസലായി പോകും. സോ അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ω0 ആണ്. ദെൻ ω0യുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ആൽഫയുടെ വാല്യൂ ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. നെഗറ്റീവ് സൈനിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്, ആക്സിലറേഷൻ അല്ല, റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലീനിയർ ഓർ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഇപ്പം ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ ലീനിയർ വെലോസിറ്റിയും അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒരു സർക്കിളിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നത്. സോ അത് മൂവ് ചെയ്യുന്നത് ഒരു ആംഗിളാണ് പറഞ്ഞേക്കുന്നത് ω. ദെൻ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും അത് മൂവ് ചെയ്യുന്ന ലാസ്റ്റ് പാർട്ടിക്കുലർ ഡിസ്റ്റൻസ് അതിൻ്റെ റേഡിയസ് ആയിരിക്കും. സോ ഇവിടെ നിന്നും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്. അത് ലീനിയർ വെലോസിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പറയാണ് കൺസിഡർ എ ബോഡി റൊട്ടേറ്റിംഗ് എബൌട്ട് ആൻ ആക്സിസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഒരു ആക്സിസിനെ പോലെ റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ ω ഈസ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ ബോഡി. അപ്പം അത് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിനൊരു ഇത്ര ആംഗിളിൽ മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്ന ആംഗിളിന് റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ അത് എന്ന് പറയുന്നത് ω ആണ്, അതായത് സർക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി. ദെൻ റേഡിയസ് r. റേഡിയസ് എന്ന് പറയുന്നത് r എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ഇൻ മീറ്റർ. സർക്കുലർ പാത്തിൽ അതിൻ്റെ റേഡിയസ്, അതായത് ഒരു കോൺസ്റ്റന്റ് ആക്സിസ് ഇതാണ്, സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന സർക്കിളാണ്. അപ്പം ഇവിടെ വല്ല ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ദെൻ v എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ ദ പെരിഫറി ഇൻ മീറ്റർ പെർ സെക്കൻഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻ്റ് ആണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ ലീനിയർ വെലോസിറ്റി ആണത്. v എന്നെടുക്കുമ്പം ഇറ്റ്സ് ലീനിയർ. ഓക്കെ, ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും, സർക്കിളിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ലീനിയർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു r ω. ഓക്കെ, നമുക്ക് ലീനിയർ വെലോസിറ്റി ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് എ കോൺസ്റ്റന്റ് ആക്സിസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ആംഗുലാർ വെലോസിറ്റി ഇത്രയുണ്ട്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കുക, നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. സോ അതിനാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എ പുള്ളി 2 മീറ്റർ ഇൻ ഡയമീറ്റർ ഈസ് കീഡ് ടു എ ഷാഫ്റ്റ് വിച്ച് മേക്സ് 240 RPM. ഓക്കെ, ഫൈൻഡ് ദ ലീനിയർ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഓൺ ദ പെരിഫറി ഓഫ് ദി പുള്ളി. ഓക്കെ, നമ്മളോട് പറയുന്നുണ്ട് പുള്ളിയുടെ ഡയമീറ്റർ 2 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ റേഡിയസ് മതി. സോ 2 മീറ്റർ, സോ ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 1. ദെൻ അത് മേക്ക് ചെയ്യുന്നത് RPM 240 RPMലാണെന്ന് പറയുമ്പം RPMലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ആംഗുലാർ ഫ്രീക്വൻസി
എൻ ആണ് 240 RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനെ നമ്മൾ ഒമേഗയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമേഗ ഈസ് ഈക്വൽ ടു എൻ. എൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ RPM തരുന്നൊരു വാല്യൂവിനെ ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2πn/60 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സോ 2π എന്നിൻ്റെ സ്ഥാനത്ത് 240 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 25.1 റേഡിയൻസ് പെർ സെക്കൻഡ്സ് കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ വെലോസിറ്റി വി കണ്ടുപിടിക്കാനാണ് വി ആർ ഉണ്ട് ഒമേഗ ഉണ്ട്. Then 1 into 25.1 is equal to 25.1 meter per seconds. Okay. നെക്സ്റ്റ് പറയുന്നത് ലീനിയർ ഓർ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ലീനിയർ ആക്സിലറേഷൻ എയും ആംഗുലർ ആക്സിലറേഷൻ ആണ് ആൽഫ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, dv/dt. ഓക്കെ, d/dt ഓഫ് വി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു എന്താണ്, ആർ ഒമേഗ ആണെന്ന്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആർ ഒമേഗ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു d/dt ഓഫ് ആർ ഒമേഗ. ആർ കോൺസ്റ്റൻ്റ് ആണ്, സോ d/dt വരും. d/dt ഈസ് ഈക്വൽ ടു ആൽഫ. കാരണം ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ ആണ്. സോ ആൽഫ വരും. സോ എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലീനിയർ ആക്സിലറേഷൻ ദാറ്റ് ഈസ് എയും ആംഗുലർ ആക്സിലറേഷൻ ആൽഫയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ഓക്കെ, എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. അതിനകത്തുനിന്ന് ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ ഈസ് ഈക്വൽ ടു a/r. ഇങ്ങനെ വേണമെങ്കിലും പഠിച്ചു വയ്ക്കാം. ഇതാണ് ലീനിയർ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എ കാർ ഈസ് മൂവിങ് അറ്റ് 72 km/h. ഇഫ് ദ വീൽ ആർ 75 cm diameter, find the angular velocity of the tire about its axis. If the car comes to rest in a distance of 20 meters under a uniform retardation, find angular retardation of the wheels. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് കാർ മൂവിങ്, ഒരു കാർ മൂവ് ചെയ്യുന്നു, അതിൻ്റെ സ്പീഡ് പറയുന്നുണ്ട് 72 km/h. ഓക്കെ, ഇഫ് ദ വീൽ ആർ 75 cm ഡയമീറ്റർ, വീലിൻ്റെ ഡയമീറ്റർ പറയുന്നുണ്ട്. ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത് ഓഫ് ദി ടയർ എബൌട്ട് ഇറ്റ്സ് ആക്സസ്. ഓക്കെ, ഇഫ് ദ കാർ കംസ് ടു റെസ്റ്റ് ഇൻ എ ഡിസ്റ്റൻസ് ഓഫ് 20 meters, 20 meter കഴിഞ്ഞപ്പോൾ കാർ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അണ്ടർ എ യൂണിഫോം റിട്ടാർഡേഷൻ, ഫൈൻഡ് ദ ആംഗുലർ റിട്ടാർഡേഷൻ ഓഫ് ദ വീൽ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് അതിൻ്റെ സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ സ്പീഡ് കിട്ടിയിട്ട് കാര്യമില്ല, സ്പീഡിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക, വെലോസിറ്റിയിലേക്ക് മാറ്റുക. സോ സ്പീഡ് എന്ന് പറയുന്നത് 72 km/h ആണ്. സോ അതിനെ എന്തിലേക്ക് മാറ്റുക, വെലോസിറ്റി 20 m/s. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദി വീൽ എന്ന് പറയുന്നത് 75 cm ആണ്. സോ അത് ഡയമീറ്റർ ആണ്, റേഡിയസിലേക്ക് മാറ്റുക 37.5. ഇത് 75 cm ആണ്. സോ അതിൻ്റെ പകുതി 37.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഇവിടെയും അത് സെൻറ്റിമീറ്റർ ആണ്, 37.5 സെൻറ്റിമീറ്റർ. ദെൻ അതിനെ മീറ്ററിലേക്ക് മാറ്റുന്നു, ദെൻ അത് 0.375 മീറ്റർ ആകും. ഓക്കെ, ദെൻ കാറ് എത്ര മീറ്റർ ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, 20 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം എസ് ഡിസ്റ്റൻസും പറയുന്നുണ്ട് 20 മീറ്റർ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആംഗുലാർ റിട്ടാർഡേഷൻ ഓഫ് ദ വീൽ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ആംഗുലാർ റിട്ടാർഡേഷൻ ഓഫ് ദ വീൽ, റിട്ടാർഡേഷൻ, ആംഗുലാർ റിട്ടാർഡേഷൻ, ദാറ്റ് ഈസ് ആംഗുലാർ ആക്സിലറേഷൻ. ആക്സിലറേഷന് നെഗറ്റീവ് വന്നാലാണ് നമ്മളതിനെ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം വി എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ, ആർ ഒമേഗ. ഓക്കെ, ഒമേഗ നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കണം ഫസ്റ്റ്. സോ വെലോസിറ്റി തന്നിട്ടുണ്ട് 20, ദെൻ ആർ തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒമേഗ ഈസ് ഈക്വൽ ടു 53.3 റേഡിയൻസ് പെർ സെക്കൻഡ്സ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ റിട്ടാർഡേഷൻ ഓഫ് ദ വീലാണ്, എ ആണ്, ലീനിയർ ആണ്. സോ നമുക്ക് അതിനകത്ത് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, v² ഇസ് ഈക്വൽ ടു u² + 2as. വി ഫൈനൽ വെലോസിറ്റി, ഇത് സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി വന്ന് നിൽക്കുകയാണ് അല്ലേ, സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ ഫൈനൽ വെലോസിറ്റി 0. ഇനിഷ്യൽ വെലോസിറ്റി, അത് സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി 20 m/s ആണെന്ന് പറയുന്നുണ്ട്, +2a. എത്രയാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
സോ പിന്നെന്താണ് എസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണിത് മൊത്തത്തിൽ മൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ 20. സോ നമുക്കപ്പം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? 0 ഈസ് ഈക്വൽ ടു 400 പ്ലസ് 40a എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഇക്വേഷൻ ആണ് ചെയ്യുന്നത്. സോ 0 ഈസ് ഈക്വൽ ടു 400 പ്ലസ് 40a എന്ന് വരും. സോ ഇതിനകത്ത് നിന്ന് ആരെ കണ്ടുപിടിക്കുക? എ എന്ന് പറയുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മൈനസ് ആണ് അവിടെ എന്താണ് റിട്ടാർഡേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എ കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ കിട്ടും. ഓക്കെ, അപ്പം ആൽഫ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു a/r ആണ്. എ എന്ന് പറയുന്നത് -10 ഡിവൈഡഡ് ബൈ 0.375 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -26.7 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയറിൽ കിട്ടും. അവിടെ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? മൈനസ് റിട്ടാർഡേഷൻ. ഓക്കെ, അപ്പം നമ്മളോട് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയാണ് ഫസ്റ്റ് ഒമേഗ ചെയ്തേക്കുന്നത്. ഒമേഗയുടെ ഇക്വേഷൻ v/r, അതായത് നമുക്കിവിടെ ലീനിയർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അതാണ് ഇത്ര സ്പീഡിൽ അത് മൂവ് ചെയ്യുന്നു പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഉണ്ടായിരുന്നു. സോ റേഡിയസ് കിട്ടി. സോ ലീനിയർ തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ആംഗുലാർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം തമ്മിലുള്ള റിലേഷൻസ് ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻസ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് രണ്ടും തരും ക്വസ്റ്റ്യനകത്ത്. സോ അതിനെ പരസ്പരം ഇന്റർകണക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻസ് ഇതാണ്ട് ഈ ഇക്വേഷൻസ് ഇത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, അതേപോലെ തന്നെ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ½ at സ്ക്വയർ, അതൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാം. അതെല്ലാം യൂസ് ചെയ്ത് വേണം നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഇക്വേഷൻ ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, ഇപ്പോൾ ഒരു സാധനം ആംഗുലാറിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആംഗുലാർ റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എൻ്റെ ഇക്വേഷനാണ് പറഞ്ഞേക്കുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടു 80t പ്ലസ് 3t സ്ക്വയർ പ്ലസ് 2t ക്യൂബ്. ഇതാണ് ഇക്വേഷൻ കേട്ടോ. അപ്പം സർക്കുലാറിൽ മൂവ് ചെയ്യുന്ന തീറ്റയുടെ ഇക്വേഷൻ, അതായത് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. 80t പ്ലസ് 3t സ്ക്വയർ മൈനസ് 2t ക്യൂബ്, ഇങ്ങനെ ഒരു ഇക്വേഷൻ ആക്കിയിട്ടാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം ദ ഇക്വേഷൻ ഫോർ ആൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കുലാർ പാത്ത് ഓഫ് റേഡിയസ്. അപ്പോൾ സർക്കുലാർ പാത്ത് അതിൻ്റെ റേഡിയസ് 200 മീറ്റർ ആണ്. 200 മീറ്ററിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആക്കിയിട്ടാണ് തന്നേക്കുന്നത്. ഓക്കെ, വേർ തീറ്റ ഇസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ എൻഡ് ഓഫ് ദ t സെക്കൻഡ്. ഫൈൻഡ് ഫസ്റ്റ് വൺ ദ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആംഗുലാർ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കണം. ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, റൊട്ടേഷൻ ആയതുകൊണ്ടാണ് തീറ്റ. അപ്പോൾ അതിനെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ആയിട്ടും ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദ ടൈം വെൻ ദ പാർട്ടിക്കിൾ റീച്ചസ് ദ മാക്സിമം ആംഗുലാർ വെലോസിറ്റി. മാക്സിമം ആംഗുലാർ വെലോസിറ്റിയിൽ എത്തുമ്പോൾ ടൈം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു തീറ്റ ഒത്തിരിങ്ങനെ ഇക്വേഷൻ ആക്കി തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിനെ ഡെറിവേറ്റീവ് എടുത്തിട്ടാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഇസ് ഈക്വൽ ടു 80t പ്ലസ് 3t സ്ക്വയർ മൈനസ് 2t ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് തീറ്റ കണ്ടുപിടിക്കുക. തീറ്റ നമുക്ക് തന്നു കഴിഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നു കഴിഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി ചെയ്യുന്നത് വെലോസിറ്റിയും ദെൻ അല്ലെങ്കിൽ ആംഗുലാറിൽ പറയുമ്പം ഒമേഗയും ആംഗുലാർ വെലോസിറ്റി. ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. അതല്ല എന്നുണ്ടെങ്കിൽ ഡി ഒമേഗ ബൈ ഡി ടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ കിട്ടുന്നത്. സോ ആ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 18 പ്ലസ് 60
മൈനസ് 6t². അപ്പോൾ ഇതെന്തായി? ആംഗുലാർ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഇതാണ്ടിത്. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ t is equal to 0 ആയിരിക്കുമല്ലോ. അപ്പം ടിക്ക് എന്തുവാ കൊടുക്കുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 18 റേഡിയൻസ് പെർ സെക്കൻഡ്. ദെൻ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയാണ്, ആക്സിലറേഷൻ ആണ്. അപ്പം dv/dt, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം ആണ്. ഓക്കെ അല്ലേ? അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇവിടെ ഒമേഗയാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഇതിനെയാണ് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ d⍵/dt. അപ്പം നമുക്ക് എന്ത് കിട്ടും? 6 - 12t. ഓക്കെ, അപ്പോൾ അതും സ്റ്റാർട്ടിങ്ങിലത്തെ കാര്യമാണ് ചോദിക്കുന്നത്. സോ സ്റ്റാർട്ടിങ്ങിലെ കാര്യമാകുമ്പോൾ t is equal to 0. അപ്പം ഇവിടെ t is equal to 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ആൽഫ is equal to 6 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ടൈം when the particle reaches the maximum angular velocity. ഏത് ടൈമിലാണ് മാക്സിമം ആംഗുലാർ വെലോസിറ്റി കിട്ടിയത്? ഓക്കെ, for maximum angular velocity, differentiating the equation of angular velocity. Angular velocity equation. Okay, angular velocity equation with respect to t. Okay, with t, that is equation 3, and equating to 0. Okay, അതായത് നമ്മൾ മാക്സിമം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് when the particle reaches the maximum angular velocity. മാക്സിമം ആംഗുലാർ വെലോസിറ്റിയിൽ എത്തണം. ഓക്കെ, അതിന് എത്ര ടൈം എടുക്കും എന്നറിയാൻ വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. ഫോർ മാക്സിമം ആംഗുലാർ വെലോസിറ്റി, ഡിഫറൻഷിയേറ്റിംഗ് ദി ഇക്വേഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി 2 ഏതാണ്? ദാണ്ടേ 2വിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേഷൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടുന്നു? 3. അതായത് ദാണ്ട് ഈ ഇക്വേഷൻ വീണ്ടും ടിയിൽ ഈ സാധനത്തിനെ നമ്മൾ ടിയിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആൽഫ കിട്ടുന്നു. ദാണ്ട് ഈ സാധനത്തിനെ ഇക്വേറ്റിംഗ് ടു 0. ആ ടൈമാണ് മാക്സിമം ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ടിക്ക് എന്ത് വാല്യൂ കിട്ടുന്നത്? അതാണ് മാക്സിമം ആംഗുലാർ വെലോസിറ്റി കിട്ടുന്ന ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനകത്ത് നോക്കുക, മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എപ്പോഴാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ക്വസ്റ്റ്യനകത്തൊരു ടൈമും പറയുന്നില്ല. പക്ഷെ നമുക്ക് തൊട്ട് മുന്നത്തെ ആംഗുലാർ വെലോസിറ്റി ടിയിലെത്തുന്ന സമയത്ത്, അത് 0.5 സെക്കൻഡ്സിൽ t is equal to 0.5 എത്തുന്ന സമയത്താണ് മാക്സിമം ആംഗുലാർ വെലോസിറ്റി കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദ മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ മേ നൗ found out by substituting t is equal to 0.5 in equation 2. Equation 2 കണ്ടോ? ഇക്വേഷൻ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ 2വിനകത്തേക്ക് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച 0.5 സെക്കൻഡ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ കിട്ടുന്നത്. അപ്പം ഇത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ്. ഇത് മാക്സിമം ആകുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, ദാറ്റ് ഇസ് ആൽഫ. ഇതിനെ ഇക്വേറ്റിംഗ് ടു 0. അപ്പം അതാണ് മാക്സിമം ടൈം, പാർട്ടിക്കിളിന് മാക്സിമം വെലോസിറ്റി എത്താനുള്ള ടൈം. ആ ടൈമിൻ്റെ വാല്യൂ തിരിച്ച് ആംഗുലാർ വെലോസിറ്റിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിളിന് എന്തുമാത്രം മാക്സിമം വെലോസിറ്റി ഉണ്ടാകും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പം ഇത്രയുമാണ് പ്രൊജക്ടൈൽ മോഷൻ. പിന്നെ അതേപോലെ തന്നെ മോഷൻ ഇൻ റൊട്ടേഷൻ. അപ്പോൾ ഈ മോഷൻ ഇൻ റൊട്ടേഷൻ ഞാൻ പറഞ്ഞു 4th മോഡ്യൂളിലും വരുന്നുണ്ട്, 5th മോഡ്യൂളിലും വരുന്നുണ്ട്. അപ്പം 5th മോഡ്യൂളിലും വരുന്നതെന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള റിലേഷൻസ് ആണ്. പരസ്പരമുള്ള റിലേഷൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഇക്വേഷൻസ് വെച്ചിട്ട്, അതായത് S is equal to ut plus half at square, ആ ഇക്വേഷൻസ് ആംഗുലാർ മോഷനകത്ത് രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലംസും വരാറുണ്ട്. ഈ 2 ടൈപ്പിലുള്ള പ്രോബ്ലംസും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഇക്വേഷൻ S is equal to ut plus half at square, അതേപോലെ തന്നെ v square is equal to u square plus 2s and v is equal to u plus 8. ഈ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ തന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ ഈ റിലേഷൻസ് വെച്ചിട്ടുള്ള ഇൻ്റർചേഞ്ചിങ് പ്രോബ്ലംസ് ആണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് തന്നിട്ട് അതിന് ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? താങ്ക് യു.